നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം പ്രധാന വാർത്തകൾ. ഉള്ളൂരിൽ 20% പലിശ വാഗ്ദാനം ചെയ്ത് 25 കോടിയോളം നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ഉടമകൾ അറസ്റ്റിൽ. പണം കടം ചോദിച്ചത് നൽകാത്തതിനും വീടും സ്ഥലവും എഴുതി കൊടുക്കാത്തതിലുമുള്ള വൈരാഗ്യത്താൽ അമ്മയെ ആക്രമിച്ച സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. ആനപ്പാന്തം ആദിവാസി ഉന്നതിയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 20 വർഷം തികയുന്നു. ഇപ്പോഴും ആ നടുക്കുന്ന ഓർമ്മകൾ ഇവരെ വിട്ടുപോയിട്ടില്ല. ഇറങ്ങുന്നതിനു മുമ്പ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്നും വീണ് യുവതിക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടി സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിനിടെ പ്രതിപക്ഷം നഗരസഭാ ചെയർപേഴ്സണെ തടഞ്ഞു. വനിതാ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്തതായും പരാതി. 6 മാസം മുൻപ് വിവാഹം കഴിഞ്ഞ യുവതിയെ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിഞ്ഞനത്ത് കപ്പേളയുടെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. വാർത്തകൾ വിശദമായി അറിയാം. അസറ്റ് ലെഗസി എന്ന പേരിൽ ഒല്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനത്തിന്റെ പേരിൽ 20% പലിശ വാഗ്ദാനം ചെയ്ത് 25 കോടിയോളം നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ഉടമകൾ അറസ്റ്റിൽ. മാനേജിംഗ് ഡയറക്ടർ പെരുമ്പള്ളിശ്ശേരി സ്വദേശി ചന്തേക്കാട് പ്രശാന്ത്, ചെയർമാൻ വെള്ളാനിക്കര സ്വദേശി സിന്ധു എന്നിവരെയാണ് ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റ് ഡയറക്ടർമാർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിച്ച ശേഷം 1 വർഷമായി പലിശ പോലും തിരികെ നൽകാത്തതിനെ തുടർന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. നിലവിൽ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്ന 3 കേസുകളിലായി പ്രതികൾ റിമാൻഡിൽ കഴിഞ്ഞു വരികയാണ്. ഒല്ലൂർ SP സുധീരൻ, SHO PM വിമോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പണം കടം ചോദിച്ചത് നൽകാത്തതിനും വീടും സ്ഥലവും എഴുതി കൊടുക്കാത്തതിലുമുള്ള വൈരാഗ്യത്താൽ അമ്മയെ ആക്രമിച്ച് സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. കൈനാടത്തുപറമ്പ് സ്വദേശി 45 വയസ്സുള്ള ജെനിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ജൂലൈ 12 ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ആളൂർ വില്ലേജിൽ മാളവഴി ദേശത്ത് കൈനാടത്തുപറമ്പിൽ വീട്ടിൽ മേരി 75 വയസ്സ് തന്റെ പേരിലുള്ള വീടും സ്ഥലവും മകനായ ജെനിൻ പേരിൽ എഴുതി കൊടുക്കുവാൻ സമ്മതിക്കാതിരുന്നതിന്റെയും പണം കടം ചോദിച്ച് നൽകാത്തതിന്റെയും വിരോധത്തിലാണ് ജെനിൻ അമ്മയെ ആക്രമിച്ചത്. മേരി താമസിച്ചിരുന്ന വീട്ടിലെത്തിയ ജെനിൻ അമ്മയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കാലുകൊണ്ട് ചവിട്ടുകയും ചൂരൽ കൊണ്ട് കാലിൽ അടിക്കുകയും മരത്തിന്റെ പട്ടിക കൊണ്ടും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മർദ്ദിക്കുകയും ചെയ്തു. പട്ടിക കൊണ്ടുള്ള മർദ്ദനത്തിൽ മേരിയുടെ 2 വാരിയെല്ലുകൾ ഒടിഞ്ഞ ഇവർ ഇപ്പോൾ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആനപ്പാന്തം ആദിവാസി ഉന്നതിയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 20 വർഷം തികയുന്നു. ഇപ്പോഴും ആ നടുക്കുന്ന ഓർമ്മകൾ ഇവരെ വിട്ടുപോയിട്ടില്ല. 2005 ജൂലൈ 14 അർദ്ധരാത്രിയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വനത്തിനുള്ളിൽ നിന്നും കുത്തിയൊലിച്ചെത്തിയ മണ്ണും വെള്ളവും 2 ജീവനുകളാണ് കവർന്നെടുത്തത്. 5 വീടുകൾക്കും നാശമുണ്ടായി. വെള്ളിക്കുളങ്ങരയ്ക്ക് കിഴക്ക് 17 കിലോമീറ്റർ അകലെ ഉൾവനത്തിലുള്ള ആനപ്പാന്തം ഉന്നതിയിൽ അന്ന് കാടാർ വിഭാഗക്കാരായ 56 കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. കാട്ടിൽ നിന്നും വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തിവരുന്ന ആദിവാസി കുടുംബങ്ങളുടെ ജീവിതം ഇരട്ടി വെളുക്കും മുൻപേ മാറ്റിമറിച്ചത് 2005 ഉരുൾപൊട്ടലാണ്. ഉന്നതിയിലെ കുടിലിനുള്ളിൽ ഉറങ്ങിക്കിടന്ന 36 വയസ്സുള്ള ശാരദയ്ക്കും ഇവരുടെ 1.5 വയസ്സുള്ള കുഞ്ഞിനും ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസം ഏറെ വൈകി. ഷേറും കയ്യും വനത്തിലെ താൽക്കാലിക കുടിലുകളിൽ 5 വർഷത്തോളം ഇവർ കഴിഞ്ഞു. 2010 വെള്ളിക്കുളങ്ങരയ്ക്ക് 7 കിലോമീറ്റർ അകലെയുള്ള ശാസ്താംപൂവത്ത് വീടും 1/2 ഏക്കർ വീതം കൃഷിഭൂമിയും നൽകി. ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു. കുടിവെള്ളം, വൈദ്യുതി, അംഗനവാടി, കമ്മ്യൂണിറ്റി ഹാൾ, വനവിഭവ ശേഖരണ കേന്ദ്രം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഘട്ടം ഘട്ടമായി ഇവിടെ ഏർപ്പെടുത്തി.
കേരളത്തിലെ മികച്ച ജീവിത സാഹചര്യമുള്ള അപൂർവം ആദിവാസി കേന്ദ്രങ്ങളിലൊന്നായി ശാസ്താംപുത്തുള്ള ആനപ്പാന്തം ഉന്നതി ക്രമേണ മാറി. വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന കുടിവെള്ളക്ഷാമവും വർദ്ധിച്ചുവരുന്ന വനമൃഗശല്യവുമാണ് ഇപ്പോൾ ഉന്നതിയിലെ കുടുംബങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. ഇറങ്ങുന്നതിനു മുമ്പ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്നും വീണ് യുവതിക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ചൊവ്വല്ലൂർപടി സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു സംഭവം. പെരുമ്പിലാവിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതി മടങ്ങി വരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഗുരുവായൂർ കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആദിദേവ് എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ നിന്നാണ് യുവതി വീണത്. പരിക്കേറ്റ യുവതിയെ നാട്ടുകാർ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലൊടിഞ്ഞ യുവതിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിനിടെ പ്രതിപക്ഷം നഗരസഭാ ചെയർപേഴ്സണെ തടഞ്ഞു. വനിതാ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്തതായും പരാതി. വാർഷിക പദ്ധതി ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷത്തെ BJP കൗൺസിലർമാർ പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. ഭരണപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് മാത്രമാണ് ഫണ്ട് അനുവദിക്കുന്നത് എന്നായിരുന്നു ആരോപണം. ബഹളത്തിനിടെ അജണ്ടകൾ പാസായതെ അറിയിച്ച് ചെയർപേഴ്സൺ TK ഗീത ഓഫീസിലേക്ക് മടങ്ങി. തുടർന്ന് BJP കൗൺസിലർമാർ ചെയർപേഴ്സണെ ഓഫീസിൽ തടഞ്ഞുവെക്കുകയായിരുന്നു. എന്നാൽ തങ്ങളെ പൂർണ്ണമായും അവഗണിച്ചതായി BJP കുറ്റപ്പെടുത്തി. ഇത് ചോദ്യം ചെയ്തപ്പോൾ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു. യോഗം പിരിച്ചുവിട്ടത് ചോദ്യം ചെയ്ത BJPയുടെ വനിതാ കൗൺസിലർമാരെ ഭരണപക്ഷ കൗൺസിലർമാർ മർദ്ദിച്ചതായി പ്രതിപക്ഷ നേതാവ് TS സജീവൻ ആരോപിച്ചു. 6 മാസം മുൻപ് വിവാഹം കഴിഞ്ഞ യുവതിയെ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ ആലപ്പാട് കുയിലംപറമ്പിൽ പരേതനായ മനോജിന്റെ മകൾ 22 വയസ്സുള്ള നേഹയാണ് മരിച്ചത്. 3ാം വർഷ LLB വിദ്യാർത്ഥിനിയാണ്. പെരിഞ്ഞനം സ്വദേശി രഞ്ജിത്താണ് ഭർത്താവ്. ഞായറാഴ്ച നേഹയും ഭർത്താവ് രഞ്ജിത്തും ആലപ്പാട്ടെ വീട്ടിലെത്തിയിരുന്നു. തുടർന്ന് ഭർത്താവ് തിരിച്ചുപോയി. പിന്നീട് നേഹയെ പലതവണ വിളിച്ചിട്ടും മുറി തുറക്കാത്തതിനെ തുടർന്ന് വാതിൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കപ്പേളയുടെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയുടെ ഭണ്ഡാരമാണ് കുത്തി തുറന്നത്. മുൻവശത്ത് വെച്ചിരുന്ന ഭണ്ഡാരത്തിന്റെ താഴ് തകർത്താണ് പണം കവർന്നത്. ഏകദേശം 2000 രൂപയോളം നഷ്ടപ്പെട്ടതായി പറയുന്നു. 3 വർഷം മുമ്പ് ഈ കപ്പേളയിൽ സാമാന്യ രീതിയിൽ മോഷണം നടന്നിരുന്നു. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 10 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9145 രൂപ, പവന് 73,160 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉള്ളൂരിൽ 20% പലിശ വാഗ്ദാനം ചെയ്ത് 25 കോടിയോളം നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ഉടമകൾ അറസ്റ്റിൽ. പണം കടം ചോദിച്ചത് നൽകാത്തതിനും വീടും സ്ഥലവും എഴുതി കൊടുക്കാത്തതിലുമുള്ള വൈരാഗ്യത്താൽ അമ്മയെ ആക്രമിച്ച സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. ആനപ്പാന്തം ആദിവാസി ഉന്നതിയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 20 വർഷം തികയുന്നു. ഇപ്പോഴും ആ നടുക്കുന്ന ഓർമ്മകൾ ഇവരെ വിട്ടുപോയിട്ടില്ല. ഇറങ്ങുന്നതിനു മുമ്പ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്നും വീണ് യുവതിക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ചൊവ്വല്ലൂർപടി സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂർ നഗരസഭാ
യോഗത്തിനിടെ പ്രതിപക്ഷം നഗരസഭാ ചെയർപേഴ്സണെ തടഞ്ഞു. വനിതാ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്തതായും പരാതി. ആറുമാസം മുൻപ് വിവാഹം കഴിഞ്ഞ യുവതിയെ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിഞ്ഞനത്ത് കപ്പേളയുടെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനഃസംപ്രേഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. ഇതോടെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.